അസറിന്റെ ശേഷം ഉറങ്ങുന്നത് ഒരു ബുദ്ധിക്ക് കുറവ് വരുത്തുന്ന ഒരു സംഗതിയാണ്. അസറിന്റെ ശേഷം ഉറങ്ങരുത്. വലിയ ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ഉറങ്ങും, അത് പിന്നെ പരിധിക്കപ്പുറാണല്ലോ. രോഗികള്, അതുപോലെ തന്നെ കുട്ടികൾ, വലിയ ക്ഷീണമുള്ള ആൾക്കാരൊക്കെ ഉറങ്ങും. നമ്മൾ അവർ ഇടങ്ങേറാക്കണ്ട, അതൊരു പതിവായി നിൽക്കരുത്. ഒരു 3 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക, അങ്ങനെ ആകരുത്. ഒരു 3 മണിക്ക് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അസ്റാൻ കൊടുക്കുമ്പോഴേക്ക് എഴുന്നേൽക്കണം, പിന്നെ അങ്ങോട്ട് പോകരുത് എന്നർത്ഥം. ക്ഷീണക്കുള്ള ദിവസം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വരും. അസുറിന്റെ നേരം, സത്യം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അസുറിന്റെ നേരമാണ്. എന്താ സഹോദരങ്ങളെ സത്യത്തിന് അസുറിന്റെ നേരം സംഘടിപ്പിച്ചത്? അസുറിന്റെ നേരത്താരെങ്കിലും ഒരു കള്ള സത്യം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അയാളെ ചരക്ക് വിൽക്കുന്നു, അസുറിന്റെ ശേഷം മഗ്രിബാകുമ്പോഴേക്ക് വിറ്റടിയണം, ജനങ്ങൾ വീട്ടിലേക്ക് പോകും, പിന്നത് ചെലവാകൂല. കള്ള സത്യം ചെയ്ത് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞിട്ടാ വിൽക്കുന്നതെങ്കിൽ ലാ യൻദുറുല്ലാഹു ഇലൈഹി, അല്ലാഹു അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു അവനോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കൂല. വലഹും അദാബ്, അവന് ശിക്ഷയുണ്ട്. അസുറിന്റെ ശേഷം അങ്ങനെ ഒരു കള്ള സത്യം ചെയ്യരുത്. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും കുടുംബങ്ങൾ സത്യത്തിന് മുന്നോട്ട് വന്നാൽ വിശുദ്ധ ഇസ്ലാം പറയുന്നു വെള്ളിയാഴ്ച ദിവസം അസുറിന്റെ നേരത്താണ് സത്യം ചെയ്യേണ്ടത് എന്ന്. അസുറിന്റെ നേരത്തുള്ള സത്യം കുറച്ച് ഗൗരവമുള്ള സത്യമാണ്. അസുറിന്റെ നേരത്താണ് സത്യം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സമയം. 2 ടീമുകളും വന്നിട്ട് സത്യവാചകം ചൊല്ലുന്നതിന്റെ മുമ്പ് ഖതീബ് അവർകൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, നേരം അസുറിന്റെ നേരമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്, പറയാൻ പോകുന്ന കാര്യം നല്ലോണം ശ്രദ്ധിച്ച് പറയണം. പേടിയുള്ള ആളുകൾ നമ്മൾ കുടുങ്ങണ്ടാന്ന് കരുതിയിട്ട് ചിലപ്പോ നല്ല സമവായം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകും, സത്യം ചെയ്യാൻ മുന്നോട്ട് വരില്ല. ആ നേരം വളരെ ബഹുമാനമുള്ള നേരമാണ്. അസുറിന്റെ നേരം നല്ല നടക്കാൻ നല്ല സുന്നത്തുള്ള നേരമാണ്. അസുറിന്റെ ശേഷം അങ്ങനെ നടന്നു നീങ്ങുന്നത്, നടക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് നടങ്ങുന്നത്, ആ നടത്തത്തിൽ പ്രത്യേകം ദിക്ർ ചൊല്ലുന്നത്, ആ നടത്തത്തിൽ കൂട്ടുകാരാരെങ്കിലും കൂട്ടുന്നത്, അതൊക്കെ നല്ലതാണ്. കാണാൻ പറ്റാത്തത് കാണരുത്. അസുറിന്റെ ശേഷമാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരെ വീടും ഒന്ന് കയറിയിറങ്ങും എല്ലാ ദിവസവും. അസുറിന്റെ ശേഷം 9 വീടുകളൊന്ന് കയറി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് എല്ലാവരോടും കുറച്ചേരൊക്കെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ച് 9 വീടുകളൊന്ന് കറങ്ങും. എല്ലാ ദിവസവും അസുറിന്റെ ശേഷം പതിവാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അങ്ങാടിയിലേക്ക് പോയി വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കും. അതൊരു പതിവാണ്. പിന്നെ മഗ്രിബാകുമ്പോഴേക്ക് വീണ്ടും പള്ളിയിലേക്ക് വരും. അപ്പൊ അസ്റിന് പൊതുവെ ആളുകൾ അന്യോന്യം കൂടുന്ന, സംസാരിക്കുന്ന, പരിചയപ്പെടുന്ന, ബന്ധം പുതുക്കുന്ന ഒരു നേരമാണ്. നല്ല നേരമാണ് അസ്റിന്റെ നേരം, നല്ലതിന് പറ്റുന്ന നേരമാണ്. വൽ അസ്രി, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. നിസ്കാരങ്ങളെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞതിന്റെ പിന്നിൽ അങ്ങനെ ഒരു തത്വം കൂടിയുണ്ട്. ഫർള് നിസ്കാരങ്ങളിൽ മഹത്വമേറിയ 2 നിസ്കാരവും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്രി വൽ അസ്രി, ഫജ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. മറ്റു 3 നിസ്കാരങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകത സ്വലാത്തുൽ ഫജ്റിനും സ്വലാത്തുൽ അസ്റിനുമുണ്ട്. എന്താണ് അസ്ർ നിസ്കാരത്തിന് ഇത്ര വലിയ പ്രത്യേകത? സ്വലാത്തുൽ വുസ്താ എന്ന് പ്രത്യേകം ബഹുമാനമുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ർ നിസ്കാരത്തിന്റെ സമയം ഖന്തഖിൽ വെച്ചുകൊണ്ട് അതേ മുശ്രിക്കുകളോടും സഖ്യകക്ഷികളും കൂടിയിട്ട് ചർച്ചയും മറ്റുമൊക്കെ ആയിട്ട് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിച്ചപ്പോ ജൂതന്മാരും മുശ്രിക്കുകളും സഖ്യം ചെയ്തിട്ടുള്ളൊരു സമരമല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അവര് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തുനിന്ന് തെറ്റിച്ചപ്പോ സഹിക്കാൻ കഴിയാതെ തങ്ങൾ ദുആ ചെയ്തു. കല്ലെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, രക്തം ഒലിപ്പിച്ചവർക്കെതിരെ തങ്ങൾ ദ്വാരുന്നിട്ടില്ല, അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ചവർക്കെതിരെ ദ്വാരുന്നിട്ടില്ല. അതേ സമയത്ത് അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് നീക്കിയപ്പോ തങ്ങൾ പറഞ്ഞു, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂനാ അനി സ്വലാത്തിൽ വുസ്താ.
ഖുർആൻ സ്വലാത്തുൽ വുസ്ത എന്ന് പ്രത്യേകം ബഹുമാനം നൽകിയ നിസ്കാരം അസ്ർ നിസ്കാരമാണ്. പ്രത്യേകം സൂക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്. ഹാഫിളു അലസ്വലവാതി വസ്വലാത്തിൽ വുസ്താ. എല്ലാ നിസ്കാരങ്ങളും പതിവായി നിർവഹിക്കണം. ഒന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു, വസ്വലാത്തിൽ വുസ്താ, അസ്ർ നിസ്കാരം പ്രത്യേകം. അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ബലപ്പെടുത്തിയ അഭിപ്രായമാണ്. മഹാന്മാരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ അഖറബു അന്നഹു ഹുവൽ അസ്റു. സ്വലാത്തുൽ വുസ്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ർ നിസ്കാരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ർ നിസ്കാരത്തെ പറ്റിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. മുശ്രിക്കുകളുടെയും ജൂതന്മാരുടെയും അവരുടെ കുടികളും അവരുടെ വീടുകളും അവരുടെ കുടിമാടങ്ങളും നരകം കൊണ്ട് തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. സ്വലാത്തുൽ വുസ്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ. അസ്ർ നിസ്കാരം വലിയ ബഹുമാനമുള്ള നിസ്കാരമാണ് സഹോദരങ്ങളെ. ഖളാ ആകാൻ പലപ്പോഴും ചാൻസ് കൂടുതലുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖളാ ആയാൽ വലിയ നഷ്ടം സംഭവിക്കും. മൻ തറക സ്വലാത്തൽ അസ്രി ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ഒരാൾക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബത്തിനും അവന്റെ സമ്പത്തിനും തകർച്ച സംഭവിച്ചു. ബറക്കത്ത് കുറഞ്ഞു. പലതും വരും. ഇടങ്ങേറൊക്കെ വരുമ്പോ നമ്മള് ചികിത്സക്കാരത്ത് പോയപ്പോ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തോ, കൃത്യമായിട്ട് അസ്റും നിസ്കരിക്കൂല, ഒന്നും നിസ്കരിക്കൂല. നമുക്കല്ലാതെ പിന്നെ ആർക്കും ഇടങ്ങേറ് വരിക? പിന്നെ അതിന് ആരെങ്കിലും ചെയ്തോ പോയോക്കിയിട്ട് കാര്യമുണ്ടോ? ഒറ്റ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ തകർച്ച സംഭവിക്കും. ആപത്ത് വരും, കുടുംബത്തിന് ആപത്ത് വരും, സമ്പത്തിൽ ആപത്ത് വരും, തകർച്ച വരും, കച്ചവടത്തിൽ നഷ്ടം വരും, ഒക്കെ സംഭവിക്കും. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ കച്ചവടം കുറച്ച് കമ്മിയാണ്. അസ്ർ നിസ്കാരം നിസ്കരിക്കല്ലേ ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഓരോന്നും മിസ്സാകല്ല, അപ്പൊ മറ്റേത് മിസ്സാവും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലെവലായി കൂട്ടണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അസ്ർ നിസ്കാരം ഒഴിവാക്കിയാൽ സമ്പത്തിനും കുടുംബത്തിനും തകർച്ച സംഭവിക്കും. ഒഴിവാക്കാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കാൻ എല്ലാ ജമാഅത്തിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അസ്റിലും ഫജ്റിലെങ്കിലും നീ പങ്കെടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 5 വക്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാണ്. 5നും എത്താൻ കഴിയില്ലെങ്കിൽ സുബഹിക്കും അസുറിനെങ്കിലും എത്താൻ കഴിയോ? എന്നാ നീ എങ്ങനെ സ്വീകരിക്കണം? എന്തേ അത് രണ്ടും എണ്ണി പറയാൻ കാരണം? ഖുർആനിലും അത് എടുത്തു പറയാൻ കാരണം മറ്റു 3 വക്ത് നിസ്കാരങ്ങൾക്കും ജമാഅത്തിനും ഇല്ലാത്ത പ്രത്യേകത അസുറിനുണ്ട്, ഫജ്റിനും ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന്, ഈ 2 നിസ്കാരത്തിനും 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, രാത്രി സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്, പകല് സമയത്ത് വരുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. 2 മലക്കുകളും ഒരുമിച്ച് കൂടുന്ന 2 വഖത്ത് അത് അസുറും ഫജ്റുമാണ്. ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് അവർ പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് നമ്മെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അവർ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ? അതൈനാഹും വഹും യുസല്ലൂന വറജഅനാഹും റജഅനാ അൻഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കാണ്, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കരിക്കാണ്. ഇപ്പൊ അസ്റിനൊരു കൂട്ടം മലക്കുകൾ വന്നു. ഇന്നലെ സുബഹിക്ക് വന്ന മലക്കുകള് സുബഹിക്കുണ്ട്, അതുപോലെ തന്നെ ളുഹ്റിനുമുണ്ട്. അസ്റും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ വാനിലേക്ക് ഉയർന്നു പോകും, അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് അവര് പോകും. അവര് അസ്ർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അസ്റിനൊരു പുതിയ കൂട്ടം മലക്കുകൾ വന്നു. 2 മലക്കുകൾ അസ്റിന്റെ ജമാഅത്തിലുണ്ട്. അസ്റിന് വന്നവർ ഓൾറെഡി ഇപ്പോഴുണ്ട്. അവര് മഗ്രിബിലുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇശാഇനുണ്ട്, ഒരു കൂട്ടം മാത്രമാണ്. ഇനി ഒരു പുതിയ കൂട്ടം രാത്രിയിൽ വരുന്നത് സുബഹിക്കാണ്. അപ്പൊ അസ്റിന് വന്ന ആളുകൾ സുബഹിന്റെ ജമാഅത്തും കഴിഞ്ഞവര് പോകും. ഇങ്ങനെ 2 കൂട്ടം മലക്കുകൾ സംബന്ധിക്കുന്ന 2 ജമാഅത്ത്, അതൊന്ന് സുബഹിയാണ്, മറ്റൊന്ന് അസ്റാണ്. വലിയ മഹത്വമുള്ള 2 നിസ്കാരങ്ങളാണ് സഹോദരങ്ങളെ. ആ നിലക്കും അസ്ർ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വൈകല്യങ്ങൾ വന്നു ചേരാൻ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നത് കാരണമാണ്.
ബറക്കത്ത് നഷ്ടപ്പെടാനും അനാവശ്യങ്ങൾ കുമിഞ്ഞുകൂടാനും കാരണമാണ്. അത് വെറുതെ പറഞ്ഞതല്ല. ഈ വിഷയം വിശദീകരിച്ചിടത്ത് അല്ലാമ ഇമാമുൽ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം തഫ്സീറിൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരു പെണ്ണുണ്ട് മദീന തെരുവിലൂടെ ഇങ്ങനെ അന്വേഷിക്കുന്നു. ആരെയാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് നടക്കാൻ. ദുല്ലൂനി അലാ റസൂലില്ലാഹ്, ദുല്ലൂനി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണങ്ങനെ ചോദിച്ച് നടക്കുന്നു, എനിക്കൊന്ന് കാണിച്ചു തരൂ, എനിക്കൊന്ന് കാണിച്ചു തരൂ. ചോദിക്കുന്ന പെണ്ണ് തങ്ങളെ മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, പെണ്ണേ നീ എന്നെയാണല്ലോ ചോദിക്കുന്നത്, എന്താണ് ആവശ്യം? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഒരുപാട് പാപക്കറകളുള്ളൊരു പെണ്ണാണ്, എനിക്ക് എന്താണ് ശിക്ഷ എന്നത് തങ്ങൾ പറഞ്ഞു തരണം. എന്താ പെണ്ണെ നീ ചെയ്തത്? എന്റെ ഭർത്താവ് ജോലിക്ക് പോയി, ആ പോയ ചാൻസ് നോക്കിയിട്ട് ഞാൻ മറ്റൊരാളുമായി അവിഹിത വീഴ്ച നടത്തി. എന്നിട്ടോ അതിലെനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന സുർക്ക ടിന്നുണ്ടായിരുന്നു. മുഴുവനും അതിൽ സുർക്കയാണ്. ആ സുർക്ക ടിന്നിൽ മുക്കിയിട്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഈ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു. ഒരുപാട് തെറ്റിന്റെ പരമ്പരയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രതിവിധി തരണം നബിയേ. ആ പെണ്ണ് പശ്ചാത്താപ ബോധത്തോടെ വന്നിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അമ്മസ്സിനാ ഫഅലൈകി റജം, നീ വേശ്യാവൃത്തി ചെയ്തതിന് നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് ശിക്ഷ. കാരണം നീ വിവാഹിതയാണ്. അമ്മാ ഖത്ലുൽ വലദ്, കുട്ടിയെ കൊന്നു കളഞ്ഞില്ലേ, ഫജസാഉഹു ജഹന്നം, അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടുന്നത് അല്ലാഹു മാപ്പ് തന്നില്ലെങ്കിൽ ജഹന്നമാണ്. വഅമ്മാ ബൈഉൽ ഖല്ലി ഫഖദ് ഇർതകബ്തി കബീറാ, സുർക്ക വിൽക്കാൻ പാടില്ലായിരുന്നു, നജസായ സുർക്ക, നീ അത് വിറ്റതൊരു വൻകുറ്റമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാകിൻ ലനന്തു അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, പെണ്ണേ ഈ വ്യഭിചാരവും ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതും ഈ ഹറാമായ നിലക്കുള്ള വിൽപ്പന നടത്തിയതും ഇതൊക്കെ നിന്നിൽ വരാനുള്ള കാരണം ഞാൻ നിന്നെ പറ്റി മനസ്സിലാക്കുന്നത് നീ അസ്ർ നിസ്കരിക്കാത്ത പെണ്ണാണ്. അസ്ർ നിസ്കാരത്തിന്റെ ഒരു കുറവ് കൊണ്ട് ചാബല്യങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് വന്നു ചേർന്നു. അതൊക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ് അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന്റെ കുറവ് കൊണ്ട് അനാവശ്യങ്ങളുടെ കൂമ്പാരങ്ങളാ വന്നത്. ആ പെണ്ണിന്റെ ജീവിതത്തിൽ എത്ര ശിക്ഷയാ വന്നിരിക്കുന്നത്. കാരണം ഒന്നാണ്, അസ്ർ നിസ്കാരം ഉപേക്ഷിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്ർ നിസ്കാരം ഒഴിവാക്കരുത്, ഒരു കാരണവശാലും അസ്ർ നിസ്കാരം ഒഴിവാക്കരുത്. അസ്ർ നിസ്കാരം വലിയ മഹത്തുള്ള നിസ്കാരമാണ്. അസ്ർ നിസ്കാരം പോയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് പറയുമ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക്, നിങ്ങൾ നോക്കുക, അവരൊക്കെ ആ നിസ്കാരമായിട്ടുള്ള അവരാ ബന്ധം. അസ്ർ നിസ്കാരത്തിന്റെ ഒരു ജമാഅത്ത് പോയതിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു തോട്ടം സ്വതക്ക് കൊടുത്തത്. എത്രയാണ് ആ ജമാഅത്തിന്റെ മഹത്വം എന്നറിയോ? നമുക്ക് നമ്മളെ സ്വത്താ വലുത്. 10 റുപ്യ ചുറ്റിക്കൂട്ടിയാൽ ഒന്നിനുമില്ലാത്ത ഒരു തല, ഒരു കണ്ണട വെച്ചുള്ള ഒരു തല, അതാ നമുക്ക് വലുത്. അസ്ർ നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്ന ഉമർ റളിയല്ലാഹു അൻഹു തോട്ടത്തിലൊന്ന് കയറി, ഒന്നിങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ ആ നോട്ടം കുറച്ച് നീണ്ടുപോയി. പുറത്തിറങ്ങുമ്പോഴേക്ക് മദീന പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞു. സങ്കടം തീർത്താ തീരണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ, ഈ തോട്ടം സദഖത്തുൻ അലാ മസാക്കീനിൽ മദീന, സംഭാവന കൊടുത്തു. തോട്ടം വേണ്ടാറ്, എന്റെ അസറിന്റെ ജമാഅത്ത് പോയ തോട്ടം എനിക്ക് വേണ്ട, അത് മദീനയിലെ മിസ്കിന്മാർക്ക് സംഭാവന കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഖൈബറിൽ പോയി മുറഹിബായിട്ട് പോരാട്ടം നടത്തിയിട്ട്, മുറഹിബായിട്ട് അതുവരെ ജയിച്ചൊരൊറ്റ കുട്ടിയില്ല. യഹൂദിയായ മുറഹിബ് അലി റളിയല്ലാഹു അൻഹു കണ്ടപാടന്നെ മുറഹിബ് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു എന്നാ. കാരണം മുറഹിബും അലി റളിയല്ലാഹു അൻഹു നിന്നാല് മുറഹിബിന്റെ ഊരക്കെട്ടിന്റെ അത്ര ഉണ്ടാവുള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഒരു കുറിയ ആളാ. മുറഹിബ് നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു ആജാനുബാഹുവാണ്. മുറഹിബ് ഇങ്ങനെ വാഹനത്തിന്റെ മേലെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അലി റളിയല്ലാഹു അൻഹു കണ്ടപാടനെ ചിരിച്ചു. ഇതാ പോരാടാൻ വരുന്നത്
അലി റളിയല്ലാഹുവിന് ആരാ പതാക കൊടുത്ത് പറഞ്ഞയച്ചത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പതാക കൊടുക്കുമ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിന് വേണ്ടി അന്നത്തെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്ന് കാത്തിരുന്നവരാ സ്വഹാബ. ഇശാഇന്റെ ശേഷം തങ്ങൾ പറഞ്ഞു പതാക പിടിച്ചുകൊണ്ട് ഈ പതാക നാളെ ഞാൻ കൊടുക്കും, റജുലൻ ഒരാൾക്ക് ഞാൻ കൊടുക്കും, യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും മഹബ്ബത്ത് വെക്കുന്ന, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന, രണ്ട് ഭാഗത്തും മഹബ്ബത്തിന്റെ തലങ്ങളുള്ള ഒരു മഹാന് ഞാൻ ഈ പതാക കൊടുക്കും. വയഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ നല്ല വിജയവും അല്ലാഹു നാളെ കൊടുക്കും. ആർക്കാണ് എന്ന് പറഞ്ഞില്ല. ഇശാഇന്റെ ശേഷം തങ്ങൾ സ്വഹാബത്തിനോട് ഈ വിവരം പറഞ്ഞു. അന്ന് സ്വഹാബത്ത് ചർച്ചയിലാണ്, ആരായിരിക്കും. സുബ്ഹി വരെ അവർക്ക് ഉറക്കം വന്നില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ തങ്ങൾ വിരി ഇങ്ങനെ നീക്കിയിട്ട് ചോദിച്ചു. വിരി നീക്കിയപ്പോ ഹദീസിൽ കാണാം, വലുപ്പമില്ലാത്ത സ്വഹാബിമാര് വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചിട്ട് തല പൊക്കി കാണിക്കുന്നു. ഒരാളെ വിളിക്കുള്ളൂ, ആ ഒരാൾ ഞാനാകണം എന്നുള്ള താല്പര്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെയല്ലേ? നറുക്കൊരാക്കല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ എല്ലാരും വന്നു കൂടൂലേ? ഞാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാരും വരും. ആ ജ്വല്ലറിന്റെ ഉദ്ഘാടനത്തിന് ആരെല്ലാം നറുക്ക് വാങ്ങാൻ എല്ലാരും വരും. ഇവിടെ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ, ഒരാൾക്ക് രണ്ടാക്കും മൂന്നാക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൈസുകൾ ഉണ്ടാവും. ഏറിപ്പോയാൽ മൂന്നാക്കല്ലേ 10 ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടാവും. കഴിഞ്ഞില്ലേ? പക്ഷെ വാങ്ങിയ ആൾക്കാർ എത്ര ഉണ്ടാവും? 1000, 1500, 2000, 3000, 4000, 5000 ഒക്കെ ഉണ്ടാവും. എല്ലാവരും തലങ്ങനെ പൊക്കി കാണിക്കുന്നു, ഞാനുണ്ട്. തങ്ങൾ ചോദിച്ചു, അയിന അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ചോദ്യം വന്നപ്പോഴേക്ക് എല്ലാരും മുഖം വാടിപ്പോയി. അല്ലാ, ഞങ്ങൾ ആരും വിളിച്ചില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനെയാണല്ലോ തങ്ങൾ വിളിച്ചത്. തങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്ഥാനല്ലേ സഹോദരങ്ങളെ, അതിനാണ് അവർ ആഗ്രഹിച്ചത്. ഏത് സ്ഥാനം? റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അതാ കിട്ടേണ്ടത്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ആളാ, അല്ലാഹുവിനും റസൂലിനും ഇങ്ങോട്ടും മഹബത്ത് വെക്കുന്ന ആളാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ആ മഹബത്തുള്ള ഒരു മഹാനാണ് ഞാൻ ഈ പതാക കൊടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു എവിടെ? 2-3 സ്വഹാബിമാർ പതുക്കെ പറഞ്ഞു, നബിയെ കണ്ണിന് സുഖമില്ലായിട്ട് വീട്ടിലാണ്, ജമാഅത്തിന് പോലും വന്നിട്ടില്ല. കണ്ണിന് കണ്ട് ചുവപ്പ് ബാധിച്ചിട്ട് ഈ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും ചുവപ്പ് ബാധിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ തോളിൽ കൈവച്ച് പതുക്കെ ഇങ്ങനെ നടന്നു വന്നു. ഒരു കണ്ണ് പതുക്കെ തുറക്കുന്നത് ആ കണ്ണിനും കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ചുവപ്പ് ഉള്ള കണ്ണ് തുറക്കാൻ തന്നെ കഴിയുന്നില്ല, വേദനയുണ്ട്, ആ കണ്ണിന് അത്രയും ചുവപ്പുണ്ട്. ആ കണ്ണ് പതുക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് പകർന്നു നൽകി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിൽക്കാലത്ത് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട് പലപ്പോഴും, ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ 2 കണ്ണിനൊന്ന് ചെങ്കണ്ണുണ്ടായിരുന്നെങ്കിൽ. കാരണം തങ്ങൾ ആ ഉമിനീര് പകർന്നു തന്ന ആ കണ്ണിന്റെ പ്രസരിപ്പ്, ആ കണ്ണിന്റെ സൗന്ദര്യവും ആ കണ്ണിന്റെ പ്രസരിപ്പും മറ്റേ കണ്ണിന് കിട്ടിയില്ല. അത്ര ഓജസ്സും തേജസ്സും മറ്റേ കണ്ണിനും കിട്ടുമായിരുന്നു, അതിനും കൂടി ചെങ്ങണുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പതാക കയ്യിൽ കൊടുത്തു. ഖൈബറിലേക്കാണ് പുറപ്പെടുന്നത്. ഖൈബറിലെ മുറഹിബ് ജൂതന്മാരിൽ ധീര പോരാളിയാണ്. അന്ന് വരെ മുറഹിബിന്റെ മുന്നിൽ ഒരാളും ജയിച്ച ചരിത്രമില്ല. ആ മുറഹിബിനോടുള്ള പോരാട്ടം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഉച്ചയ്ക്ക് ശേഷം ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പോരാട്ടം തുടങ്ങിയത്. അസ്റിന്റെ വാങ്ക് കൊടുത്തിട്ട് പോരാട്ടം തുടരുകയാണ്. എന്താണ് അലി നേരം ഇങ്ങനെ വെക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരം വൈകുന്നത് എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, കുറെ നേരം പരിക്കേൽപ്പിക്കാനാകില്ല, ഒരൊറ്റ നേക്ക് അതിലൂടെ കഥ കഴിക്കാനാണ് ഉന്നം നോക്കുന്നത്. വരുന്നത് മുഴുവനും തടുക്കുന്നു. ഒരൊറ്റ വിട്ടും അലി റളിയല്ലാഹു അൻഹു കൊള്ളാത്ത വിധം എല്ലാം തടുത്തു മാറ്റുന്നു. മുറഹിബിനെ ഒരൊറ്റ അടിക്ക് അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ വെട്ടിന് തള്ളിയിട്ടപ്പോൾ സ്വഹാബത്ത് മുഴുവനും സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. കൂടെ നിൽക്കുന്ന ജൂതന്മാർ ഓടിപ്പോയി.
അല്ലാഹു അക്ബർ, ഖരിബത്ത് ഖൈബറൂ, ഖൈബർ കാലിയായി പോയി, ഒരൊറ്റ ജൂതനെയും കാണാനില്ല. മുറഹിബ് നിലംപരിശായാൽ പിന്നെ ധൈര്യമുള്ള ഒരൊറ്റ കുട്ടിയും ജൂതന്മാരിലില്ല. ഈ അശ്രാന്ത പരിശ്രമം നടത്തിയ അലി റളിയല്ലാഹു അൻഹു ക്ഷീണം മാറട്ടെ എന്ന് കരുതിയിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നു വിശ്രമിക്കാൻ. സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തങ്ങള് മടിയിൽ തലവെച്ച് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. അസുറിന്റെ നേരത്ത് സാധാരണ തങ്ങൾ ഉറങ്ങാറില്ല, എന്താണെന്നറിയില്ല, തങ്ങൾ ഉറങ്ങി. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ മുഖത്തേക്ക് നോക്കുന്നു, അസ്തമാന ഗംഗയിലേക്ക് നോക്കുന്നു. പടച്ചോനെ, എന്റെ അസുർ, ഞാൻ അസുർ നിസ്കരിച്ചിട്ടില്ലല്ലോ, എങ്ങനെ വിളിച്ചുണർത്തും? വിളിച്ചുണർത്തുന്നതൊരു സൂഉല്ലദബല്ലേ? തങ്ങൾ എഴുന്നേറ്റാൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നു. ആ മോഹമൊക്കെ മനസ്സിലുണ്ട്. സൂര്യൻ അങ്ങ് അസ്തമിച്ചു. അലി റളിയല്ലാഹു അൻഹു പൊട്ടിപ്പോയി. കണ്ണീർ കണങ്ങൾ തിരുമുഖത്തേക്ക് ഊറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കരയാണ്. രണ്ട് കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണീരിങ്ങനെ തുടച്ചിട്ട് ചോദിച്ചു, മായുബ്കീക യാ അലി, എന്തിനാ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, മാ സ്വല്ലൈതുൽ അസ്റ യാ റസൂലല്ലാഹ്, അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയേ, സൂര്യൻ അസ്തമിച്ചല്ലോ. വിഷമാവസ്ഥ സ്വഹാബത്തൊക്കെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വാഅതിക വ ത്വാഅതി റസൂലിക ഫർദുദിശ് ശംസ. അല്ലാഹുവേ, അലിയാർ നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ റസൂലാകുന്ന എന്റെ പൊരുത്തത്തിലുമായിരുന്നു. സൂര്യനെ മടക്കി കൊടുക്കണം അല്ലാ. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള സന്തോഷം കാണേണ്ടിയിരുന്നു. അത്ര ഒരു സന്തോഷമുള്ള മുഖം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അല്ലാ, എന്റെ അസ്ർ എനിക്ക് ലാഭായി കിട്ടിയല്ലോ എന്നുള്ള റാഹത്തിൽ അലി റളിയല്ലാഹു അൻഹു അസ്റങ്ങ് നിസ്കരിച്ചു. വിഷമാവസ്ഥകളൊക്കെ മാറി. അസ്റങ്ങട് പോയപ്പോ അവര് വിതുമ്പിയത്, സഹോദരങ്ങളെ, അവരും ആ അസ്റുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്. അസ്ർ നിസ്കാരം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ മഹത്വത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തിന്, ആത്മീയ പുരോഗതിക്ക് വലിയ നിമിത്തമാകുന്നൊരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഒരിക്കലും ആ അസ്ർ നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. അതിന്റെ അവ്വൽ ടൈമിൽ തന്നെ നിർവഹിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരം ഒരിക്കലും തങ്ങൾ വൈകിക്കാറില്ല. അസ്ർ വാങ്ങു കൊടുത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഉടനെ അസ്ർ നിസ്കാരം നിർവഹിക്കും. അതുകൊണ്ട് അസ്ർ നിസ്കാരം അത്രയും വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വൽ അസ്രി എന്ന ആ അസ്ർ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് മഹാന്മാർ പഠിപ്പിക്കുന്ന പഠനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. വൽ അസ്രി, സമയത്തിന്റെ മൂല്യം പരിഗണിക്കണം. നീട്ടി പറയേണ്ട ഒന്നാണ്, ചുരുക്കി പറയട്ടെ. സമയത്തിന്റെ മൂല്യം അത് പരിഗണിക്കാനാണ് അല്ലാഹു തആല സമയത്ത് സത്യം ചെയ്തു പറഞ്ഞത്. എപ്പോഴും സമയം നമുക്ക് ലാഭമാകണം, സമയമൊന്നും നഷ്ടമാകരുത്. വെറുതെ ഇരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ അത് ദുനിയാവുക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടണം. അമൂല്യമായ ഒന്നാണ്. പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നല്ലേ സമയം. കഴിഞ്ഞില്ലേ, കഴിഞ്ഞ ടൈമുകളൊക്കെ കഴിഞ്ഞില്ലേ. പക്ഷെ അത് ലാഭാകണം, നമ്മുടെ അക്കൗണ്ടിൽ നഷ്ടാകാൻ പാടില്ല. ഉറക്കം വരാത്ത ഒരു സമയം പോലും മഹാന്മാർക്ക് ലാഭമായിരുന്നു. കാവലിരിക്കുന്ന ഒരു സമയം പോലും അവർക്ക് ലാഭമായിരുന്നു. കാവലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബത്തിനു വേണ്ടി കാവലിരിക്കുന്ന വാച്ച്മാനായിട്ട് വാച്ച് ചെയ്തിരിക്കുന്ന സമയം പോലും അവർക്ക് ആഖിറത്തിലേക്ക് മുതലായിരുന്നു. തോട്ടം കാക്കാൻ വേണ്ടി കാവൽ നിന്നിരുന്ന സ്വഹാബത്തുണ്ട്, ലാഭമായിരുന്നു. ആടിനെ മേയ്ക്കാൻ പോയിരുന്ന സ്വഹാബത്തുണ്ട്, ലാഭമാണ്. പഠിച്ച ഖുർആന്റെ വചനങ്ങൾ ആവർത്തിച്ച് ഓതുന്നു. കുട്ടിക്കാലത്ത് ആട്ടിടയന്മാരുടെ കൂടെ
4 വർഷക്കാലം സഞ്ചരിച്ച ആളാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ബദുക്കള് കാട്ടിലേക്ക് പോകുമ്പോ, മലയിലേക്കും കുന്നിലേക്കും പോകുമ്പോ പിന്നാലെ പോകും. അവരിൽ നിന്ന് കിട്ടുന്ന പദ്യങ്ങളൊക്കെ പഠിക്കും. 10,000 കവിത ഹിഫ്ളാക്കി കളഞ്ഞു. ഒരു സമയവും നഷ്ടമില്ല. സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കിയവൻ ജീവിതത്തിന്റെ മൂല്യം മുഴുവനും മനസ്സിലാക്കിയവനാണ്. അവനൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഓരോ സമയവും മഹാനവറുകൾക്ക് തർത്തീബുണ്ടായിരുന്നു. രാത്രിയും ക്രമീകരണമാണ്, പകലിലും ക്രമീകരണമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ ശിഷ്യന്മാരൊക്കെ അതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുമായിരുന്നു. രാവിലെ സുബ്ഹിന്റെ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ജീവിതം എന്തൊരു ഹരമാണ്. ഉച്ച സമയം വരെ മഹാനവർകൾ ദർസിലാണ്, കിതാബ് ഓതിക്കൊടുക്കുന്നു. 10-12 വിഷയങ്ങൾ. ഉച്ച കഴിഞ്ഞ് ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ കൃഷിയിടത്തിലാണ്. അസ്റിന് വീണ്ടും പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് വേണ്ട സാമഗ്രികളൊക്കെ വാങ്ങി വീണ്ടും മഗ്രിബിന് പള്ളിയിലെത്തി. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞ് അല്പം കൂടി നേരം കിതാബിന്റെ ചർച്ചയിലും അതുപോലെ തന്നെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലും പഠനങ്ങളിലും മറ്റുമൊക്കെയായി ഒരു ടൈം കഴിയുന്നു. രാത്രിയിലെ ആദ്യത്തെ 1/3 ഭാഗം, രണ്ടാമത്തെ 1/3 ഭാഗം ഉറക്കിനാണ്. 3-ാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം സുബ്ഹിന്റെ മുമ്പുള്ള സമയം കൂടി പരിഗണിച്ച് തഹജ്ജുദിനും പ്രാർത്ഥനക്കും ഖുർആനോത്തിനുമാണ്. ശിഷ്യന്മാര് ആ ജീവിതത്തിന്റെ ടൈം ടേബിൾ കണ്ടിട്ട് അത്ഭുതപ്പെടുമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, എന്റെ ഉസ്താദ് ജീവിക്കും പോലെയുള്ള ജീവിതം കിട്ടണം. എന്റെ ഉസ്താദിന്റെ സമയത്തിൽ ഒരൊറ്റ സമയവും വെറുതെ എന്ന് പറയാനില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വെറുതെ ഇരിക്കുന്ന ആളോട് എനിക്ക് വെറുപ്പാണ്. വെറുതെ ഇരിക്കാൻ പാടില്ല. എന്താ അങ്ങനെ? ചില ആൾക്കാരോട് ചോദിച്ചാൽ അങ്ങനെ പറയണം. എന്താ? ഒന്നുമില്ല, വെറുതെ. വെറുതെ പറഞ്ഞാൽ ഇതിലെ പോണ വണ്ടിന്റെ ഒക്കെ എണ്ണാണ്. വണ്ടിയൊക്കെ KL ആണോ MH ആണോ PY ആണോ ഒക്കെ എണ്ണാണ്. മഹാരാഷ്ട്രന്റെ ആണോ, ഡൽഹിയിൽ നിന്ന് വന്നാണോ, കൊച്ചിയിൽ നിന്ന് വന്നാണോ, തെലുങ്കാനയിൽ നിന്ന് വന്നാണോ ഒക്കെ എണ്ണി കുത്തിരിക്കാണ്. ഒരു ഫായിദയില്ല. വെറുതെ വെറുതെ എന്ന് പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരു ഉപകാരം, ഒന്നെങ്കിൽ ദുനിയാവിന് അല്ലെങ്കിൽ ആഖിറത്തിന്. പഴമക്കാരായ ആൾക്കാരെടുത്തു നോക്ക് നിങ്ങൾ. വീടുകളിലൊക്കെ ഉണ്ടാകും വല്യമ്മമാര്. അസറിന് ശേഷം ഒരു പണിയില്ലെങ്കിലും നമ്മളൊക്കെ വിചാരിക്കും പുറത്തിറങ്ങേണ്ട പടച്ചോനെ, വയസ്സ് 90 ഒന്നെങ്ങാനും വീണാ എല്ല് പിന്നെ ശരിയായി കിട്ടൂല. എന്നാലും അവർക്കൊരു താല്പര്യം, വെറുതെ ഇരിക്കാൻ പറ്റൂല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടണം. ഈ 90-ാമത്തെ വയസ്സിലും വിത്ത് കുഴിച്ചിടാ. അതേ വിത്ത് കുഴിച്ചിടാണ്. ആർക്കുപകാരം? ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുമല്ലോ. ആർക്കെങ്കിലും ഒന്നുകിൽ നമുക്ക് തന്നെ ഉപകാരം ഉണ്ടാകും. അതിൽ നിന്ന് മുളച്ചു വരുന്ന കായ്ക്കനികൾ എന്തെങ്കിലും ഭക്ഷിക്കുക. അതിന് തോന്നെ ടൈമില്ലല്ലോ. അല്ലെങ്കിൽ മക്കളോ കുടുംബമോ അയൽക്കാരോ നാട്ടുകാരോ ഇനി ആരുമില്ലെങ്കിൽ പക്ഷികളെങ്കിലും ഭക്ഷിച്ചു. ഒരു ടൈമും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഉപകാരപ്പെടുത്തണം എല്ലാ ടൈമും. وتصير أوقات المباح بنية مصروفة في الخير وصحب الائتلاء. നിന്റെ ടൈം മുഴുവനും നല്ലതിലേക്ക് നീ ചെലവഴിക്കണം. ലാ തത്റുഖൻ വഖ്തൻ സുദൻ മുതസാഹില. അലസനായി അശ്രദ്ധനായി ഒരു ടൈമും നീ ഉപേക്ഷിക്കരുത്. പിന്നെ ആവശ്യത്തിന് നിനക്ക് സമയം കിട്ടിയില്ലെന്ന് വരും. സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയത് കണ്ടില്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സൽക്കരിച്ചു കൊണ്ടുപോയി. രാത്രി ഉസ്താദ് വരുന്നത് അറിഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പെൺകുട്ടികളൊക്കെ ഖിദ്മത്തിൽ മുഴുകി. എന്ത് ഖിദ്മത്ത്? വെള്ളം പാത്രത്തിൽ നിറക്കുന്നു. പെൺമക്കളെല്ലാവരും സുബ്ഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന ഉസ്താദാണ് എന്ന് ആ ചരിത്രം പലപ്പോഴും വീട്ടിൽ വന്ന് പറയും. എന്റെ ഉസ്താദിന്റെ രാത്രി കാന യഖ്സിമുൽ
രാത്രി 3 ഭാഗിക്കും എന്റെ ഉസ്താദ്. പകലും അങ്ങനെ തന്നെ നല്ല സൗന്ദര്യമാണ്. ഇതൊക്കെ കേട്ടിട്ട് മക്കള് ഉളു എടുക്കാനുള്ള വെള്ളം പാത്രത്തിൽ ശേഖരിച്ച് റൂമിന്റെ പുറത്തു ഭാഗത്ത് തന്നെ വെക്കുന്നു. അതേ ചവിട്ടാനുള്ള ചെരുപ്പ് മെതിയടി നന്നാക്കി റെഡിയാക്കി ഒരു കുട്ടി കൊണ്ടുവന്നു വെക്കുന്നു. ഓരോരുത്തരും ഓരോ ഖിദ്മത്തെടുക്കുന്നു. രാത്രി സമയത്ത് ഇശാഇന്റെ ശേഷം ഭക്ഷണം കഴിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നു. ആ കുടുംബം ഒരു സാധാരണ കുടുംബമല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മൊത്തം തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വലിയ ബറക്കത്തുള്ള കുടുംബമാണ്. വീട്ടുകാര് മൊത്തം തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വീട്ടുകാരാണോ, ആ വീട്ടിൽ ബറക്കത്തിന്റെ കയ്യും കണക്കും കണക്കാക്കാൻ കഴിയില്ല. അതിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ബറക്കത്ത് അങ്ങനെ നീണ്ടുപോകും സഹോദരങ്ങളെ. തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, പെൺമക്കൾ എഴുന്നേറ്റു, അവിടുത്തെ ഭാര്യ എഴുന്നേറ്റു, എല്ലാവരും മക്കളൊക്കെ എഴുന്നേറ്റു നിസ്കരിച്ചു. പക്ഷേ കുട്ടികൾ ചോദിച്ചു, ഉപ്പാ നിങ്ങളെ ഉസ്താദിനെ പറ്റി പറയാറുണ്ട് 100 ഹലാലാണെന്ന് പൊരുത്തമുള്ള ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ച് ഞാൻ ഇവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നതേയില്ല. തഹജ്ജുദിന് ഉറക്ക് ഷർത്തല്ലേ, എന്റെ കണ്ണ് അല്പം പോലും ഒന്നും ആളിയിട്ടില്ല. പക്ഷേ ഇത്രയും നേരം കിടന്ന കിടത്തത്തില് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന 100 മസ്അലകൾ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. എന്റെ രാത്രി വെറുതെ ആയിട്ടില്ല. സമയങ്ങളിൽ ഏറ്റവും അമൂല്യമുള്ള സമയം ഏതാണ്? വിജ്ഞാനവുമായി ബന്ധപ്പെടുന്ന സമയമാണ്. നിസ്കാരത്തെക്കാളും മഹത്വം അതിനാണ്, ഹജ്ജിനെക്കാളും മഹത്വം അതിനാണ്, നോമ്പിനെക്കാളും മഹത്വം അതിനാണ്. സർവ്വ ഇബാദത്തിലും മഹത്വം ഏറ്റവും ഉള്ളത് ഇൽമുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്ന സമയം. അത്ര അമൂല്യമായ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ല. അതുകൊണ്ടല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഏറ്റവും വിലയേറിയ സമയങ്ങൾ ചെലവഴിക്കാൻ ഏറ്റവും നല്ല കാര്യം വിജ്ഞാനവുമായി വ്യാപൃതരാകലാണ്. അത്ര നല്ലൊരു കാര്യം വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അതിനെ മറികടക്കുന്ന ഒരു ഇബാദത്ത് ലോകത്തില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി കേട്ടിട്ട് മക്കളെ വിളിച്ചിട്ട് റൂമിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, എന്റെ ഉസ്താദിന്റെ ഇന്നത്തെ ഒരു രാത്രി എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഇന്നത്തെ ഒറ്റ രാത്രി എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ മൊത്തം രാത്രിയെക്കാളും എനിക്ക് ആ ഒരു രാത്രി മതിയാകുമായിരുന്നു. എന്റെ ഉസ്താദിന് എന്താ പണിയിറങ്ങള്? 100 മസ്അലയാണ് ഉസ്താദ് ആ കട്ടിലിൽ കിടന്നിട്ട് ഇന്നത്തെ രാത്രി ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന്, ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്ന് മനനം ചെയ്തെടുത്തത്. ചെറിയൊരു സംഗതിയല്ല, ഇതൊരു സംഗതിയാ. ഷാഫി ഇമാം തങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഉറക്കൊഴിക്കുന്നത് ഇൽമിന്റെ മുത്തുമണികളൊക്കെ പെറുക്കിയെടുക്കാൻ ഗവേഷണം ചെയ്യാനുള്ള ഉറക്കൊഴിക്കുന്നത് അത്ര ത്രില്ലുള്ള ഒരു സംഗതി വേറെയില്ല. സഹരീലി തൻഖീഹിൽ ഉലൂമി അലദ്ദുലി മിൻ വസ്ലി ഗാനിയത്തിൻ വത്വീബി അനാഖി. വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ ഗവേഷണം ചെയ്ത് പെറുക്കിയെടുക്കുന്നതിന് ഉറക്കമൊഴിക്കുന്നത്, വീണമീട്ടുന്ന പെണ്ണിന്റെ കൂടെ സല്ലപിക്കുന്നതിനേക്കാളും എനിക്ക് ആനന്ദമാണ്. നല്ല ഗാനഗന്ധർവൻ വന്നിട്ട് എന്റെ മനസ്സും എന്റെ ശരീരവും കുളിരണിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ആനന്ദം വിജ്ഞാനത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒറ്റ രാത്രി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലാതെ കൊതിച്ചുപോയി. ഷാഫി ഇമാം തങ്ങൾക്ക് ശരീരത്തെ ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുപാടാൻ അറിയാഞ്ഞിട്ടാണോ? അറിയാം, നിമിഷക്കവിയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. പക്ഷേ ആ അമൂല്യമായ സമയം ചെലവഴിച്ചത് ഞാനും നിങ്ങളും നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ വിശാലമായ വിശദീകരണങ്ങൾ, മസ്അലകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്, സമയത്തിന്റെ വില പരിഗണിച്ചുകൊണ്ട് ഓരോ സമയവും അതിനോടനുബന്ധിച്ച് അതിന്റെ രൂപത്തിൽ തന്നെ ചെലവഴിക്കണം. സമയത്തിന്റെ വില അറിയാത്ത,
സമയത്തെ മാനിക്കാത്ത ഹതഭാഗ്യരായി നമ്മൾ മാറരുത്. നമ്മുടെ സമയം ലാഭകരമാകണം. ദുനിയാവിൽ ഇഷ്ടം പോലെ സമയം കിട്ടിയിട്ട്, സമയം ചെയ്യാനുള്ള സമയങ്ങളൊക്കെ കിട്ടിയിട്ട്, ആഖിറത്തിലെത്തുമ്പോ സമയങ്ങൾ മുതലാക്കിയ ആളുകളെ അമലിന്റെ കൂമ്പാരവുമായി മുന്നിൽ കാണുമ്പോ അവിടെ ഹതഭാഗ്യര് വിലപിക്കുന്നൊരു വിലാപമുണ്ട്. നമ്മളത് പറയുന്നവരാകരുത്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. പരലോകത്ത് പറയുന്നൊരു വിലാപമാണത്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. യഥാർത്ഥ ജീവിതം ഇതാണല്ലോ. ഈ ജീവിതത്തിന് വേണ്ടി ഒരുപാട് സമ്പാദിച്ചിരുന്നുവെങ്കിൽ, എനിക്ക് അല്ലാഹു തആല ഇത്ര ആയുസ് തന്നു. എന്റെ നാട്ടിൽ അത്ര ആയുസ്സിൽ ജീവിക്കാത്ത ഒരാളാണ് അയാള്. അദ്ദേഹം ഒരു മുസ്ലിയാരാണ്. എത്രയാ പടച്ചോനെ ചെയ്തത്, എത്ര അമലാ ചെയ്തത്, എത്ര നിസ്കാരാ നിർവഹിച്ചത്, കുടുംബങ്ങളെ പോറ്റിയത് എത്ര സന്തോഷത്തിലാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്തത് ഏത് രൂപത്തിലാണ്, ഒരു സമയവും പായ്വേലയായിട്ടില്ലല്ലോ എന്ന് കൈകടിച്ചുകൊണ്ട് പറയുന്നൊരു വിലാപമുണ്ട്. പരിഹരിക്കാൻ കഴിയാത്ത വിലാപമാണ്. അങ്ങനെ വിലപിക്കുന്നവരാകരുത് നമ്മള്. മുതലാക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആയുഷ്കാലം നമ്മുടെ സമയം ആ സമയത്തിന് വില കൽപ്പിക്കണം. ഓരോ സമയവും നമുക്ക് ലാഭകരമാകണം. ഒന്നും വെറുതെയായി പോകാൻ പാടില്ല. വെറുതെ നിങ്ങൾ ഇരിക്കുന്ന നേരാണോ? നല്ല ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരണം. അല്ലാഹു തആലാന്റെ ഭൂമിയെപ്പറ്റി, ആകാശത്തെപ്പറ്റി, അല്ലാഹു തന്ന നിഅമത്തുകൾ ഇങ്ങനെ ഓരോന്നും ഓർത്തോർത്ത് ചിന്തിക്കുക. ശുക്ർ കുറവായതിന്റെ പേരിൽ ആലോചിച്ച് കരയാ. രണ്ട് കണ്ണും ചിമ്മിയിട്ട് കരയാ. പടച്ചോനെ, എനിക്ക് നീ തന്നത്, എന്റെ ബാപ്പക്ക് നീ കൊടുത്തത്. എന്റെ ബാപ്പ AC-യിൽ കിടന്നിട്ടില്ല. എന്റെ ബാപ്പ ഇതുപോലൊരു ഫാൻ ഉപയോഗിച്ചിട്ടില്ല. 40,000-ന്റെ ഈ ബെഡൊന്നും എന്റെ ബാപ്പ കണ്ടിട്ടില്ല. എന്റെ വീട്ടിലെ ഈ സൗകര്യങ്ങളൊന്നും ബാപ്പ സുഖിച്ചിട്ടില്ല. പക്ഷേ ബാപ്പ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ഓതിയ ഖുർആനിന്റെ ഖത്മിന്റെ ഖനം എനിക്കില്ലല്ലോ അല്ലാ. ബാപ്പ റമദാനിൽ ഈത്തിക്കാഫിരുന്നത്, റമദാനിൽ സ്വതക്ക കൊടുത്തത്, റമദാനിൽ നിസ്കരിച്ചത്, സാധുക്കളെ സംരക്ഷിച്ചത്, ദീനിന് സേവനം ചെയ്തത്, ഞാൻ അതിൻ്റെ എവിടെ എത്തിയിട്ടില്ലല്ലോ. എത്രയാ പടച്ചോനെ നീ എനിക്ക് തന്നത്. നീ എനിക്ക് തന്നതിന് വല്ല കയ്യും കണക്കുണ്ടോ? സ്വർഗത്തിലല്ലേ അല്ലാഹുവേ ഞാൻ ജീവിക്കുന്നത്. നമ്മളെപ്പോലെ ഒരു കഴിവില്ലാത്ത എത്ര ആള് ഭൂമിയിലുണ്ട്. പക്ഷേ അവരെ ഇബാദത്തൊക്കെ എത്ര വലുതാണ്. അവർക്കൊരു സുന്നത്തും നഷ്ടല്ല. ഒരു രംഗത്തും അവർ കുറവില്ല. നമ്മളെപ്പോലെ സൗകര്യങ്ങളുണ്ടോ? ഇല്ല. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നത് സ്വർഗീയ സമാനമായ രൂപത്തിലാണ്. ചിന്തിക്കാൻ ഏറെയുണ്ട്. ആലോചിക്കാനും പരിഭ്രമിക്കാനും പൊട്ടിക്കരയാനും ഇഷ്ടം പോലെയുണ്ട്. സമയങ്ങൾ ആ വഴിക്ക് ചെലവഴിക്കാം. ദിക്റിലും ഫിക്റിലുമായിട്ട് എന്ന ഹദീസിൽ പറഞ്ഞില്ലേ, എന്റെ മൗനം അതൊരു ഫിക്റാൻ, ഒരു ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്, മൗനമായി നീ ഇരിക്കുന്നത് വെറുതെ ആകരുത്, എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണം.